നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1053rd day. Today, second sloka of Prathama Skandam, 14th chapter. For details, please see the description notes. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1053 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ കൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. യതീതാ കദിചിന്മാസാസ്തഥാ നായത്തദോർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഃ. ഓം തത്സത്. യതീതാ കദിചിന്മാസാ തഥാ നായാതദോർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഃ. ഓം തത്സത്. പദം വിരിക്കേണ്ടത് വ്യതീത കദിചിൻ മാസ കദിചിത് മാസ. വ്യതീത തഥാ കദിചിൻ മാസാസ്തഥാ നായാതദോ അർജുന ന ആയാത് തദ അർജുന ന ആയാ തദ അർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഃ. കുരുദ്വഃ എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരൻ. കദിചിത് മാസ കുറേ മാസങ്ങൾ. വ്യതീത അതിക്രമിച്ചു. കുറേ മാസങ്ങൾ. വ്യതീത കദിചിൻ മാസ അതായത് കുറേ മാസങ്ങൾ അതിക്രമിച്ചു. ന ആയാ ആഗമിച്ചില്ല, തിരിച്ചു വന്നില്ല. ന ആയാ തഥാ അപ്പോൾ ഘോരരൂപാണി ഘോരങ്ങളായിട്ടുള്ള ഭയങ്കരങ്ങളായിട്ടുള്ള നിമിത്താനി നിമിത്തങ്ങളെ കുരുദ്വഃ യുധിഷ്ഠിരൻ ദദർശ കണ്ടു. ദദർശ ഘോരരൂപാണി വ്യതീത കദിചിന്മാസ തഥാ ന ആയാ തഥാ അർജുന. ഇങ്ങനെയാണ് അർത്ഥം പിടിക്കുന്നത്. അതായത് അർജുനൻ പോയിട്ട് കുറേ മാസങ്ങളായി, ഇനിയും മടങ്ങി വന്നിട്ടില്ല. ആ കാലത്ത് അപ്പോൾ ധർമ്മപുത്രർ ഭയങ്കരങ്ങളായ ദുർലക്ഷണങ്ങളെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടു. അർജുനൻ പോയിട്ട് കുറേ മാസങ്ങളായി, കണ്ടിട്ട് വരാം. അവരുടെ കൃഷ്ണ ഭഗവാന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് ബന്ധുക്കളൊക്കെ കണ്ടിട്ട് വരാമെന്ന് പോയ അർജുനൻ വരേണ്ട സമയം അതിക്രമിച്ചിട്ടും വന്നിട്ട് കാണുന്നില്ല. അതല്ലാതെ പോയ ആൾ വരാതിരിക്കുകയും ഇവിടെ അനേകം ദുർനിമിത്തങ്ങൾ കാണുകയും ചെയ്യുകയാണ് ഹസ്തിനപുരത്ത്. ആ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ യുധിഷ്ഠിരന് ഭയമായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. യുധിഷ്ഠിരൻ അനേക ദുർനിമിത്തങ്ങളെ കാണുന്നിടത്തെല്ലാം ദുർനിമിത്തങ്ങൾ കണ്ടു എന്ന് പറയുകയാണ് ശ്ലോകത്തിലൂടെ. പോയ ആൾ തിരിച്ചു വരാൻ വൈകുകയും ദുർനിമിത്തങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും അസ്വാസ്ഥ്യമുണ്ടാകും. അപ്രകാരം ആ ധർമ്മപുത്രർക്കും അസ്വാസ്ഥ്യമായി അദ്ദേഹം ഭീമനോട് സംസാരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. വ്യതീതാ കദിചിന്മാസാസ്തഥാ നായാതദോർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.
ഗാഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓ